മറ്റ് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ ആ സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ ആമുഖം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു പാസ്റ്ററല്ല, ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനായിരുന്നു. കഴിഞ്ഞ 30-ലേറെ വർഷമായി കർത്താവിൻ്റെ വേലയിൽ സുവിശേഷകനായി ഞാൻ ജോലി ചെയ്യുന്നു. എനിക്ക് സഭാ ചാർജില്ല, അതുകൊണ്ട് ഞാൻ പാസ്റ്ററായിട്ടില്ല. എങ്കിലും കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും പോയി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് നൽകുന്ന കൃപകൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയ ജർമ്മനിയിലുള്ള ഈ ദൈവസഭയെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളും ഒരുമിച്ച് എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് ചിന്തിച്ചതായ വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു സങ്കീർത്തനം നമ്മൾക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള 116-ാം സങ്കീർത്തനമാണ്. എനിക്കും വ്യക്തിപരമായി ഈ 116-ാം സങ്കീർത്തനം ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഈ 116-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ ധാരാളം വിശ്വാസികൾ സഭായോഗങ്ങളിൽ എന്നെ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞ് വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ആ വാക്യം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ് 116-ാം സങ്കീർത്തനത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണെ കഴിക്കും. What shall I render unto the Lord for all his benefit towards me? I will take the cup of salvation and call upon the name of the Lord. I will pay my vows unto the Lord now in the presence of all his people. അതിമനോഹരമായ ആഴമേറിയ അർത്ഥമുള്ള ഒരു സ്തോത്ര സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ ശൈലിയും ഇതിൻ്റെ വാചക ഘടനയും വെച്ച് ഇത് ദാവീദ് രാജാവ് പാടിയ സങ്കീർത്തനമാണെന്ന് ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും പറയുന്നു. എന്നാൽ ഒരു ന്യൂനപക്ഷം വേദപണ്ഡിതന്മാർ ഇത് ഹിസ്കിയാ രാജാവ് തനിക്ക് ആയുസ് ദൈവം ദീർഘമായി തന്നപ്പോൾ പാടിയ സങ്കീർത്തനമാണെന്നും പറയുന്നുണ്ട്. ഇത് ദാവീദ് രാജാവ് പാടിയതാണെങ്കിലും ഹിസ്കിയാ രാജാവ് പാടിയതാണെങ്കിലും അതല്ല ഇവിടുത്തെ വിഷയം. കർത്താവായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാടുവാൻ യോഗ്യതയുള്ള അർഹതയുള്ള ഒരു സങ്കീർത്തനമാണ് 116-ാം സങ്കീർത്തനം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഇന്നർ മീനിങ് ഇൻക്ലൂഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയം മുതൽ ഇന്ന് നാം ആയിരിക്കുന്ന ഈ സമയം വരെ കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവ് നമ്മൾക്ക് നൽകി തന്നിട്ടുള്ള അവിടുത്തെ എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവേ ഞാൻ നിനക്ക് എന്തു പകരമാ തരേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പകരം കൊടുത്താലും കർത്താവ് നൽകിയ ഉപകാരങ്ങൾക്ക് അത് പ്രതിപകരമാകുന്നില്ലെന്നുള്ളതാണ്. ഒരു പള്ളി പണിയിച്ചു കൊടുത്തത് കൊണ്ടോ, 1,00,000 രൂപ സഭയ്ക്ക് കൊടുത്തത് കൊണ്ടോ, ഒരു വീട് വെച്ച് കൊടുത്തത് കൊണ്ടോ ഞാൻ കർത്താവിന് വേണ്ടി വലിയ ആനക്കാര്യം ചെയ്തു വന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമുക്കുള്ളത് മുഴുവൻ കർത്താവിന്
പ്രതിപകരമായി കൊടുത്താലും കർത്താവ് നമ്മൾക്ക് തരുന്ന വായുവിനും വെള്ളത്തിനും പഴവർഗ്ഗങ്ങൾക്കും ഭക്ഷണ സാധനങ്ങൾക്കും ആയുസ്സിനും ഒരു ജന്മം മുഴുവൻ പകരം കൊടുത്താലും പ്രതിപകരമാകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരിക്കലും ഒരു സഭയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ സഭായോഗത്തിന് ചെന്ന സമയത്ത് നല്ല ചൂടുള്ള സമയമാണ്, കേരളത്തിലാണ്. നല്ല ചൂടുള്ള സമയമായിട്ടും ഫാൻ കറങ്ങുന്നില്ല, ഫാൻ ഇടാൻ ആരും സമ്മതിക്കുന്നില്ല. അപ്പം ഞാനും വളരെ ഉഷ്ണം സഹിച്ച് വേർത്ത് അതിനകത്തിരുന്നു. അപ്പം ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഇത്രയും ചൂടുണ്ടായിട്ടും ഇത്രയും ഫാൻ ഈ ഹോളിലുണ്ടായിട്ടും എന്താ ഫാൻ കറക്കാഞ്ഞത്? ഉടനെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ചോ അത് ഞങ്ങളുടെ സഭയിലെ ഒരു പഴയ വിശ്വാസിയായ ഔസേപ്പച്ചൻ മേടിച്ചു തന്ന ഫാനാ. അദ്ദേഹത്തിൻ്റെ പേര് ഔസേപ്പച്ചൻ നല്ല കേട്ടോ, ശരിക്കുള്ള പേര് പറഞ്ഞാൽ അദ്ദേഹവും ചിലപ്പോൾ ഇത് കേൾക്കും, അതുകൊണ്ട് പേര് ഞാൻ മാറ്റി പറയുക. അപ്പൊ ഈ ഓരോ ഫാനിന്റെ ലീഫിലും എഴുതി വെച്ചിട്ടുണ്ട് ഡൊണേറ്റഡ് ബൈ ഔസേപ്പച്ചൻ കൊച്ചുപുരയ്ക്കൽ. പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ ഫാൻ കറങ്ങിയാൽ ഈ പേര് കാണുകയില്ല. ഫാൻ നല്ല സ്പീഡിൽ കറങ്ങിയാൽ ഔസേപ്പച്ചൻ കൊച്ചുപുരയ്ക്കൽ എന്നുള്ള ആരും കാണുകയില്ല. ആ പേര് കാണാൻ വേണ്ടി പുള്ളി ഓർഡർ കൊടുത്തിരിക്കുക പാസ്റ്റർക്ക്. എന്താ? എത്ര ചൂടുണ്ടെങ്കിലും ഫാൻ കറക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ അല്പത്തരം ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട്, ഒരു കതവ് മേടിച്ചു കൊടുത്തിട്ട്, അല്ലെ 10 കസേര മേടിച്ചു കൊടുത്തിട്ട്, അല്ലെ ഒരു നേരം ഫുഡ് കൊടുത്തിട്ട്, ഞാൻ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് വീമ്പളക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഈ സ്വഭാവം കർത്താവിൻ്റെ മുൻപാകെ ഒന്നുമല്ലെന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ എന്താണ് നമ്മൾ കർത്താവിന് കൊടുക്കേണ്ടത്? നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ, അവർ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഞാൻ ഈ അമേരിക്കയിൽ വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഞാൻ ഈ സായിപ്പന്മാരിൽ കണ്ട വലിയൊരു പ്രത്യേകത, ഞാനും എൻ്റെ ഭാര്യ സാലിയും കൂടെ രാവിലെ നടക്കാൻ വേണ്ടി ഈ വീടിന് മുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത സായിപ്പന്മാരും മദാമുമാരും അവരുടെ വീടിന് മുന്നേ വന്ന ഗാർഡനിങ്ങിൽ വല്ലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളങ്ങോട്ട് നോക്കിയില്ലെങ്കിലും ഓ ഹായ് മാൻ, ഗുഡ് മോർണിംഗ്, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളവരോട് മിണ്ടട്ടെന്ന് ഓർത്ത് തലകുനിച്ചാ പോകുന്നത്. പക്ഷെ അവരെ നമ്മളെ വിളിച്ച് ഗുഡ് മോർണിംഗ് പറയും. നമ്മുടെ മലയാളികൾ എങ്ങനെയാ? നമ്മൾ ആർക്കെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായിച്ചാൽ പോലും ഒരു വാക്ക് നന്ദി പറയുവാനായിട്ടുള്ള സ്വഭാവം, പ്രിയമുള്ളവരെ, അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മലയാളികളിലുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ സായിപ്പിനെ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്നവരെ നമ്മൾ മാതൃകയാക്കേണ്ടത്. നമുക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ, ഒരു നേരത്തെ ഭക്ഷണം തന്നാൽ, മരണം വരെയും അവരോട് നന്ദി പുലർത്തുവാനായിട്ടുള്ള ആ വലിയ ഉത്തരവാദിത്വം നമ്മൾക്കുണ്ടെന്നുള്ളത് നാം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിന്, ഒരിക്കൽ എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ എൻ്റെ ഒരു സ്നേഹിതനെ അവിടെ അഡ്മിറ്റാക്കി. ഒരാഴ്ച അദ്ദേഹം ആശുപത്രിയിൽ കിടന്നു. അത് കഴിഞ്ഞ് സുഖം പ്രാപിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ചോ, ഒരാഴ്ച ആശുപത്രിക്കാർ എനിക്ക് നൽകിയ ഡ്യൂപ്ലിക്കേറ്റ് വായുവിന് ഞാൻ കൊടുത്ത ചാർജ് 4 ലക്ഷം ഇന്ത്യൻ രൂപ. ഒറ്റ ആഴ്ച മൂക്കില് ഓക്സിജൻ കൊടുത്തതിന്റെ ചാർജ് 4 ലക്ഷം രൂപ. അമ്മയുടെ ഗർഭം മുതൽ ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഈ നിമിഷം വരെ, ഈ 50 വയസ്സിൽ, 60 വയസ്സിൽ, 70 വയസ്സിൽ കർത്താവ് നമ്മൾക്ക് സൗജന്യമായി നൽകിയ ഈ ശ്വാസത്തിന് നമ്മുടെ കുടുംബം വിറ്റ് കർത്താവിന് കൊടുത്താൽ മതിയാവൂ? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ആരെയും
കുറ്റപ്പെടുത്തി ഒന്നും പറയുന്നതല്ല, ആരും അങ്ങനെ ധരിക്കരുത്. ദൈവവചനം പറയുമ്പോൾ ഇങ്ങനെ ആയിപ്പോകുന്നതാ. നാം കർത്താവിന് കൊടുക്കേണ്ടതായ പ്രതിപകരം എത്ര വലുതാ. അവൻ രക്ഷിക്കപ്പെട്ടവരെ മാത്രം സ്നേഹിക്കുന്ന ദൈവമാണോ? അല്ല. കർത്താവിന് മുഖവിഷമുണ്ടോ? ഇല്ല. ബൈബിൾ പറയുന്നു, ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്യ്ക്കുന്ന ദൈവം. ദൈവമില്ല എന്ന് വീം വളക്കുന്നവന്റെയും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവനും ഒരുപോലെ വെയിലും മഴയും വെള്ളവും പഴവും അവന് വേണ്ടതെല്ലാം കൊടുക്കുന്ന നീതിമാനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നമ്മൾ ദൈവത്തിന് ഒരു പ്രതിപകരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്ത് കൊടുക്കണമെന്നാണ് ദാവീദ് പറയുന്നത്? ദാവീദ് പറയുന്നു, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണെ കഴിക്കും. കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നാം കൊടുക്കേണ്ടത് എന്താ? രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കാൻ പോകുമ്പോൾ രക്ഷയുടെ പാനപാത്രം കയ്യിൽ എടുത്തുകൊണ്ട് വേണം ബെഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിലേക്ക് ആരാധിക്കുവാൻ ചെല്ലാൻ. രക്ഷയുടെ പാനപാത്രം കയ്യിൽ വെച്ച് വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. അവിടെ ചെന്നതിന് ശേഷം യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണെ കഴിക്കും. ബൈബിള് പഠിച്ചാൽ അറിയാം, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് ആദരഫലമെന്ന സ്തോത്രയാഗം. ഞാൻ വൈദികനായിരുന്ന സമയത്ത് ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു പദമായിരുന്നു സ്തോത്രം. എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തിയെ മാത്രമേ പള്ളിയിൽ നിന്ന് മുടക്കിയിട്ടുള്ളൂ. കള്ളുകുടിയനെ ഞാൻ പള്ളിയിൽ നിന്ന് മുടക്കിയിട്ടില്ല. കാരണം അവൻ കള്ളു കുടിച്ചാലും എന്നെ പള്ളിയിൽ തന്നെ നിന്നോളൂ എന്ന് എനിക്കറിയാം. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി അവസാനമായി ഒരൊറ്റ വ്യക്തിയെ മാത്രം ഞാൻ പള്ളിയിൽ നിന്ന് മുടക്കി. അത് ഞാൻ കുർബാന ചൊല്ലുമ്പോൾ അവൻ എൻ്റെ പള്ളിയിൽ നിന്ന് സ്തോത്രം പറഞ്ഞതിനാണ്. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനായിരിക്കുന്ന സമയത്ത്, അത് വളരെ ചെറുപ്പമാണ്, കോട്ടയം ജില്ലയിലെ ഒരു പള്ളിയിൽ ചാർജ് എടുക്കുവാനായിട്ട് ചെന്നപ്പോഴേ കപ്പ്യാർ എന്നോട് പറഞ്ഞ, അച്ഛാ, ഇവിടെ കൊയറിന്റെ ലീഡറായിരിക്കുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ നമ്മളറിയാതെ ഇടദിവസങ്ങളിൽ പെന്തിക്കോസുകാരുടെ ചില കൂട്ടായ്മകൾക്കൊക്കെ പോയി അവിടുന്ന് പഠിച്ചുകൊണ്ട് വരുന്ന വില പറഞ്ഞ സ്തോത്രം നമ്മുടെ കുർബാനയ്ക്കിടയിൽ അവൻ ചൊല്ലുന്നുണ്ട്, അച്ഛനൊന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ നോക്കുമ്പോൾ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ്. അവൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, കൊയറിന്റെ ലീഡറാണ്. അപ്പൊ ഇത് മനസ്സ് വെച്ചുകൊണ്ടാണ് ഞാൻ കുർബാന ചൊല്ലുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം, അതിമനോഹരമായ ക്രമങ്ങളാണ് ഓർത്തഡോക്സ് സഭയുടെ, യാക്കോബായ സഭയുടെ ഒക്കെ ക്രമങ്ങളിലുള്ളത്. അവിടെ മനോഹരമായി അച്ഛനും ജനങ്ങളുടെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുക. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ യൗഹാലേലൂയ നിൻ വലമയി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ യൗഹാലേലൂയ നിൻ ജനമായ മാതൃഭാമിനിയും. ഇങ്ങനെ മനോഹരമായ ഗാനങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അതിനിടയ്ക്ക് സ്തോത്രം ഇങ്ങനെ മുഴച്ച് സ്തോത്രം കേൾക്കുക. എൻ്റെ ആ കുർബാന മൊത്തം പുള്ളി കൊളാക്കി. അന്ന് ആരാധന കഴിഞ്ഞ് ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ,
ഞാൻ നല്ല ട്യൂണിലെ കുർബാന ചൊല്ലിക്കൊണ്ട് വന്നപ്പോൾ നീ അത് ആകപ്പാടെ നശിപ്പിച്ചു കളഞ്ഞു. നിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് എനിക്കറിയാം. പക്ഷെ അടുത്ത ഞായറാഴ്ച ഞാൻ കുർബാന ചെല്ലുമ്പോൾ നീ സ്തോത്രം പറഞ്ഞാൽ ഞാൻ നിന്നെ മുടക്കും. ഇന്നത്തെ മുടക്കല്ല. ഇന്നാണ് ജനം അച്ഛ എന്നെ എത്രയും ഒന്ന് മുടക്ക്, എന്നിട്ട് വേണം എനിക്ക് പെന്തക്കോസ്തിൽ പോകാമെന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുക. പക്ഷെ അന്നത്തെ മുടക്കെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്തെ മുടക്കെന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണന്മാർ പടിയടച്ച് പിണ്ടം വെക്കുന്ന പോലെ. ഒരുത്തരെ പള്ളിയിൽ നിന്ന് മുടക്കിയാൽ പിന്നെ ആ ഗ്രാമത്തിൽ നടക്കുന്ന, ടൗണിൽ നടക്കുന്ന ഒരൊറ്റ കല്യാണത്തിലോ ആ നാം ആയിരുന്ന സഭകളിൽ ഒരൊറ്റ പരിപാടികൾ സംബന്ധിക്കാതെ അവനെ മാനസികമായി തളർത്തിക്കളയും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനായതുകൊണ്ട് എന്റെ മുടക്ക് ഭീഷണി പേടിച്ചെങ്കിൽ ഇവൻ രണ്ടാമത്തെ ഞായറാഴ്ച സ്തോത്രം പറയുകയെന്നുള്ള രീതിയിൽ ഞാൻ വന്ന്. എന്നാൽ രണ്ടാമത്തെ ഞായറാഴ്ച ഞാൻ കുർബാന ചൊല്ലുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം അവൻ സ്തോത്രം പറഞ്ഞു. അന്ന് സ്വാഭാവികമായി എനിക്ക് വളരെ ദേഷ്യമുണ്ടായി. അന്ന് ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച, ലാസ്റ്റ് വാണിങ്, അടുത്ത ഞായറാഴ്ച ഞാൻ കുർബാന ചൊല്ലുമ്പോൾ നീ സ്തോത്രം പറഞ്ഞാൽ തന്നെ ഞാൻ മുടക്കിയിരിക്കും. ആ ഭീഷണിയിൽ അവന് വീഴുമെന്ന് ഞാൻ ധരിച്ചത്. എന്നാൽ മൂന്നാം ഞായറാഴ്ച ഞാൻ കുർബാന ചൊല്ലുമ്പോൾ കഴിഞ്ഞ 2 ഞായറാഴ്ച പറഞ്ഞതിൻ്റെ പലിശയും കൂട്ടുപലിശയും സഹിതം ഇവൻ സ്തോത്രം കൊണ്ട് ഒരു ബദൽ ആരാധന തന്നെ നടത്തി. ഞാൻ ആ കുർബാന കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പള്ളിയുടെ ലെറ്റർ പാഡ് എടുത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവസാനമായും സ്തോത്രം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ആ ചെറുപ്പക്കാരനെ പള്ളിയിൽ നിന്ന് മുടക്കി. ഇന്ന് ആ ചെറുപ്പക്കാരൻ IPCയിലെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനും പാസ്റ്ററുമാണ്. ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭയിൽ എന്നെ പല പ്രാവശ്യം വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് പറഞ്ഞ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട്, ഈ സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയായും ഒക്കെ പെന്തക്കോസുകാരന് വില കുറഞ്ഞ വാക്കാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയായും പെന്തക്കോസുകാരന് വില കുറഞ്ഞ വാക്കല്ല. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗം കൊടുത്തിരിക്കുന്ന സ്വർഗീയ മന്ത്രത്തിന്റെ പേരാണ്. ഞാൻ ആ വൈദികനായിരുന്ന സമയത്ത് ഒരു കോളേജിൽ അധ്യാപകനായി ചില വർഷങ്ങൾ പഠിപ്പിച്ചിരുന്നു. അന്ന് നിങ്ങൾ ഓഹയൊക്കെ ഇട്ട് ചെല്ലുന്ന വൈദികരുടെ കൂട്ടത്തിൽ ഞാനേ ഉള്ളൂ അധ്യാപകൻ. ആ കൂട്ടത്തിലൊരു പെന്തക്കോസ് സഭയിലെ ഒരു പാസ്റ്ററുടെ മകന്റെ ഭാര്യ, ഒരു പെന്തക്കോസുകാരി, ഷാരോൺ സഭയിലെ അംഗമാണ്, അധ്യാപികയാണ്. പിന്നെയുള്ളത് ഹിന്ദുക്കളായ അധ്യാപകരും മുസ്ലിം അധ്യാപകരുമാണ്. അപ്പം ഞങ്ങൾ ഈ ഫ്രീ ടൈമിൽ ഞങ്ങൾ മുറിയിലിരിക്കുന്ന ആ വേളയിൽ എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഈ ആഭരണമൊന്നും ധരിക്കാത്ത ഈ പെന്തക്കോസുകാരി ടീച്ചറെ കളിയാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ, മറ്റധ്യാപകരെല്ലാം ഉണ്ട്, ഞാൻ ചില പാട്ടൊക്കെ പാടും. പെന്തക്കോസിൽ ചേരണം, കപ്പയും മത്തിയും തിന്നണം, തമ്പേറ് തല്ലി പൊട്ടിക്കണം, ഇങ്ങനെയുള്ള ചില പാട്ടൊക്കെ പാടി ഞാൻ ഈ ടീച്ചറുടെ മുഖഭാവം കാണാൻ വേണ്ടി നോക്കും. ഈ ടീച്ചർ വളരെ വിഷമത്തിൽ ചിരിക്കുകയാണോ കരയുകയാണോ ഒന്നും അറിഞ്ഞുകൂടാ, വളരെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഈ ഹൈന്ദവരായ മുസ്ലിങ്ങളായ അധ്യാപകർ ഡെസ്കിൽ താളമടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഈ ടീച്ചറെ ഒന്ന് വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസിനോടുള്ള എൻ്റെ വാശി ടീച്ചറോട് തീർക്കുക. വ്യക്തിവിരോധത്തിലൊന്നുമല്ല, ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. ഒരു ദിവസം ഞാൻ ഇതുപോലെ ടീച്ചറെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കിരുന്ന് പൊട്ടിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഓർത്ത് ഇനി മനപ്രയാസം കയറിയല്ലേ, 50 പൈസ കുറഞ്ഞത് വല്ലതും ആണോ, എനിക്കൊന്ന് പേടിയായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനായി പൊട്ടിച്ചിരിക്കുന്നത്? ഉടനെ ടീച്ചർ പറഞ്ഞല്ല, ഞാനൊരു ഒരു 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 ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ദർശനം കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ദർശനം? അല്ല, അച്ഛൻ ഈ കുപ്പായും തൊപ്പിയൊക്കെ വെച്ച് നരകത്തിൽ കിടന്ന് ആ ചൂടത്ത് കിടന്നിങ്ങനെ വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന കാഴ്ച ഭാവനയെ കണ്ട് ഞാൻ ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ഉടനെ ഞാൻ ടീച്ചറോട് പറഞ്ഞു,
ടീച്ചറുടെ ഈ ശൂന്യമായി കിടക്കുന്ന കാതിലും കഴുത്തിലും സ്വർണ്ണ ആഭരണങ്ങൾ ഇടിയിച്ച് ടീച്ചറെ ഞാൻ എൻ്റെ പള്ളിയിൽ കൊണ്ടുവന്ന് ഞാൻ കുർബാന ചൊല്ലുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അപ്പവും വീഞ്ഞും ടീച്ചറുടെ നാവിൽ ഞാൻ വെച്ചു തരും, അങ്ങനെ ഒരു ദിവസം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പെന്തക്കോസ്തുകാരി ടീച്ചർക്ക് ആവേശം കയറി. ടീച്ചർ എന്നോട് പറഞ്ഞു, ഇല്ല, അച്ഛനെ ഞാൻ കുപ്പായ ഊരിപ്പിച്ച് ഞങ്ങളുടെ സഭയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പാസ്റ്ററുടെ ഇടതുവശത്തിരുത്തി തമ്പേറടിപ്പിക്കും, സ്തോത്രം പറയിക്കും. ഇത് കേട്ടപ്പോഴേക്ക് ഈ ബാക്കിയുള്ള അധ്യാപകർ കൈയടിച്ച് രണ്ടുപേരുടെയും പന്തായി ഇവിടെ വെച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പന്തായ അങ്ങ് ഉറപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞു ദൈവം എന്നെ മൂക്കുകൊണ്ട് ഇഷ വരപ്പിച്ച് ദൈവം എനിക്ക് നൽകിയ അത്ഭുതകരമായ രോഗസൗഖ്യം, ലോകത്തിലെ ഒന്നാമത്തെ മഹാത്ഭുതം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കർത്താവ് എനിക്ക് നൽകിയ അത്ഭുതകരമായ രോഗസൗഖ്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെ അത്ഭുതകരമായ ദൈവിക രോഗസൗഖ്യത്തിലൂടെ ഞാൻ വിശ്വാസമാർഗത്തിൽ വന്നു. ടീച്ചറുടെ കല്യാണം കഴിഞ്ഞ് ടീച്ചർ ജോലി രാജിവെച്ച് ടീച്ചർ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ വടക്കേ ഇന്ത്യയിൽ സുവിശേഷ അറിയിക്കുവാനായിട്ട് പോയി. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പന്തയത്തിൻ്റെ കാര്യം ഓർത്തത്. ഇതിനൊരു പന്തയം വെച്ചിട്ടുണ്ടല്ലോ, പന്തയത്തിൽ ഞാൻ തോറ്റെന്നുള്ളത് എനിക്ക് ബോധ്യമായി. അപ്പൊ ഈ ടീച്ചറോട് ഈ പന്തയത്തിന്റെ കാര്യം ഒന്ന് പറയണമെന്നറിയാൻ വേണ്ടി ഞാൻ ഈ ടീച്ചറിന്റെ വിവരം അറിയാൻ വേണ്ടി കോളേജിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, പുള്ളിക്കാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പുള്ളി ജോലി രാജിവെച്ച് ഭർത്താവിൻ്റെ കൂടെ അങ്ങ് വടക്കേ ഇന്ത്യയിലാണ്. ഞാൻ പിന്നെ ഇവരുടെ അമ്മായിയപ്പന് നമ്മുടെ അടൂർ മണക്കാല ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഈ ടീച്ചറുടെ ഫോൺ നമ്പർ എല്ലാം സംഘടിപ്പിച്ചു. അപ്പൊ ഈ ടീച്ചർ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് തന്നെയാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇത്രാം തീയതി ടീച്ചർ വരുമെന്നും പറഞ്ഞു. അങ്ങനെ ടീച്ചർ വന്നെന്നറിഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുഞ്ഞുങ്ങളും ഈ ടീച്ചറെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ടീച്ചറുടെ വീട്ടിൽ ചെന്നു. ഞാൻ കോളിംഗ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ത്രീ വന്ന് കതവ് തുറന്നു. എൻ്റെ മുഖത്തേക്ക് കുറെ നേരം നോക്കി നിന്നിട്ട് എന്നോട് ചോദിച്ചു, പന്തായത്തിൽ തോറ്റ കാര്യം പറയാൻ വന്നതായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്നാ വാ നമുക്ക് കയറി അല്പനേരം സ്തോത്രം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കുടുംബമായിട്ട് ടീച്ചറുടെ വീട്ടിൽ കയറി ഞങ്ങൾ കുടുംബമായിട്ട് ആരാധിച്ചു. പ്രിയമുള്ളവർ, ഞാനിത് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പല ആൾക്കാരുടെയും ധാരണ സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയായും എന്നൊക്കെ പറയുന്നത് ഒരു പണിയില്ലാത്ത വിവരം കെട്ട ചില പെന്തക്കോസിലെ ഉപദേശിമാരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള വില കുറഞ്ഞ മാർഗമാണെന്ന് ധരിക്കുന്ന പല ആൾക്കാരും ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയായും പെന്തക്കോസുകാരുടെ വില കുറഞ്ഞ വാക്കുകളല്ല. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് സ്വർഗം കൊടുത്തിരിക്കുന്ന സ്വർഗീയ മന്ത്രമാണ്. 2 തെസ്സലോനിക്കർ 5:17 അപ്പോസ്തലനായ പൗലോസ്, മഹാപണ്ഡിതനായ പൗലോസ്, 5 PhD എഴുതിയെടുത്തവൻ, ഗമാലിയേലിന്റെ വാദപീഠത്തിൽ ഇരുന്ന യഹൂദ ന്യായപ്രമാണം അരച്ച് കലക്കി പഠിച്ചവൻ, തർശീശിലെ കോടീശ്വരപുത്രൻ, അദ്ദേഹം എന്താണ് ദൈവസഭയോട് പറയുന്നത്? എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നുമരുത്, പകരം സ്തോത്രമത്രേ വേണ്ടത്. 42-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടെ ഞാൻ സമൂഹമധ്യേ ചെന്ന് ദൈവത്തിന് ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, കർത്താവ് നമുക്ക് ചെയ്യുന്നത് ഉപകാരങ്ങൾ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും കർത്താവേ, ഞാൻ നിനക്ക് എന്താണ് പകരം തരേണ്ടത്? ഞാൻ രക്ഷയുടെ പാനപാത്രം കയ്യിലെടുക്കും. രക്ഷയുടെ പാനപാത്രം കയ്യിലെടുക്കണമെങ്കിൽ രക്ഷിക്കപ്പെടണം. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, യേശുവിനെ കർത്താവെന്ന വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ചെയ്തില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെടുകയില്ല. ഞാനും വൈദികനായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അലർജി ഉണ്ടാക്കിയിരുന്ന ഒരു വാക്കാണ് രക്ഷിക്കപ്പെടുക. ഈ പെന്തക്കോസ്തിലെ പാസ്റ്റർമാരോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. വ്യക്തിപരമായ വിരോധമല്ല. പെന്തക്കോസ്തിലെ പാസ്റ്റർമാരോട് എനിക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാൻ 2 കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, ഈ പെന്തക്കോസ്തിലെ പാസ്റ്റർമാരൊക്കെ ഞാൻ അറിയാതെ എൻ്റെ സഭയിലെ മുഴുത്ത ആടുകളെല്ലാം കട്ടുകൊണ്ട് പോകും. പിറ്റേ ദിവസം വഴിക്ക് വെച്ച് എന്നെ കാണുമ്പോൾ ഭയങ്കര കുശല പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പെന്തക്കോസ്തിലെ ഉപദേശി ഒരു യാക്കോബായക്കാരനെ കാണുമ്പോൾ എന്തോ ഒരു സ്നേഹമാണ്. ഞായറാഴ്ച കുർബാന മുടക്കി യാക്കോബായക്കാരനൊരു പെന്തക്കോസ്ത് ഹോളിൽ ചെന്നാൽ, അച്ചായ, അമ്മാമ്മയെ കഞ്ഞി കുടിച്ചിട്ടേ പോകാവുള്ളേ. എന്തൊരു സ്നേഹപ്രകടനമാണ്. വഴിക്ക് വെച്ച് 2 വർത്തമാനം പറയണമെന്നോർത്താണ് ഞാൻ പോകുന്നത്. കാരണം എന്നെ മുഴുത്തി ആടുകളെ പിടിച്ചുകൊണ്ട് പോയ പുള്ളിയാ. അത് പറയാൻ അനുവദിക്കാതെ ഒരു കോളിനോ സിരിയോ ഒക്കെ ചിരിച്ച് ഇങ്ങോട്ട് ഇതുപോലെ കാണിക്കുമ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റുമോ? രണ്ടാമത് ഈ ഉപദേശിമാരോട് എനിക്കുണ്ടായിരുന്ന ഒരു ദേഷ്യത്തിന് കാരണം, ഞാൻ എവിടെയെല്ലാം പള്ളിയിൽ വികാരിയായിട്ട് ഇരുന്നിട്ടുണ്ടോ അതിന് ഒരു 5 കിലോമീറ്റർ അകലെ പെന്തക്കോസ്തുകാരുടെ ഒരു കൺവെൻഷൻ നടന്നാൽ മൈക്കിന്റെ കോളാമ്പി എൻ്റെ പള്ളിയിലെ തെങ്ങെ കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ, എൻ്റെ പാഴ്സനേജിൽ ഇരുത്തി എന്നെ ഗുണപ്പെടുത്തണമെന്ന് പുള്ളിക്ക് വലിയ നിർബന്ധം. ഇങ്ങനെയുള്ള ചില ഇറിറ്റേഷൻസ് നമുക്കറിയാമല്ലോ. ഈ ഷൂവിൻ്റെ ഇടയിൽ ഈ ചെറിയ മണൽത്തിരി കയറിയാൽ നമ്മൾ കാലിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലിട്ട് അനക്കിക്കൊണ്ടിരിക്കും. അത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഇറിറ്റേഷനാണ്. അപ്പം ഞാൻ ഈ പുതുപ്പള്ളിയിലെ കോട്ടയത്തേക്ക് ബസ്സിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ ഈ 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ ഒരു പെന്തക്കോസ്തിലെ ഉപദേശി ഇരിപ്പുണ്ടായിരിക്കും. അദ്ദേഹം ഈ കുപ്പായമൊക്കെ ഇട്ടിരിക്കുന്ന എന്നെ കാണുമ്പോൾ തന്നെ അച്ഛാ വന്നാട്ടെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞാലും ഞാൻ കമ്പിയെ തൂങ്ങി പിടിച്ചേ പോവുള്ളൂ. കാരണം എന്താ, എനിക്കറിയാം പുള്ളിയുടെ അടുത്തിരുന്നാൽ പുള്ളി എന്തേലും കുഴപ്പമുണ്ടാക്കും. മിക്കവാറും ചോദിക്കുന്ന ചോദ്യം അച്ഛൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. അയ്യോ, അത് കേട്ടാൽ എന്തോ ഒരു വിഷമാണെന്നറിയാമോ. ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് സെമിനാരിൽ പോയി 4-5 വർഷം തിയോളജി പഠിച്ച് ദൈവസഭയെ മുഴുവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കോൺട്രാക്റ്റ് എടുക്കുന്ന ഒരച്ഛനെ കാണുമ്പോൾ 10ാം ക്ലാസ് പോലും പാസ്സാകാതെ ഉപദേശി ചോദിക്കുക, അച്ഛൻ രക്ഷിക്കപ്പെട്ടതാണോ? ഉപദേശിയെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. ഞാനൊരിക്കലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയത്തിലെ പുരോഹിതനായി നിയമിതനായി. അന്ന് തീവണ്ടിയിൽ ഞാൻ ന്യൂഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് ഞാനിരുന്ന കമ്പാർട്ട്മെന്റിൽ നേരെ എതിർവശത്ത് ഒരു സഞ്ചാരി ഉപദേശി ഇരിക്കുന്നു. ഈ പുള്ളിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ മനപ്രയാസം തോന്നി. പുള്ളി എന്തേലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. കാരണം 3 ദിവസം യാത്രയാണ്. ഈ കുപ്പായം ധരിച്ച അച്ഛന്മാരെ കാണുമ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു പൂതിയുള്ളൂ. അപ്പം ഞാൻ ഈ ഉപദേശിയുടെ മുഖത്ത് നോക്കാതെ കുറേ നേരം അവിടെ ഇരുന്നു. പക്ഷെ എത്ര നേരം ഇരിക്കാൻ പറ്റും? ഇടയ്ക്ക് ഞാൻ ഏറുകണ്ണിട്ട് നോക്കുമ്പോൾ ഈ കഴുകൻ നോക്കുന്ന പോലെ ഉപദേശി ഷാർപ്പായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ പിടികൊടുക്കാതെ കുറേ നേരം ഇരുന്നു. പുള്ളിക്ക് മനസ്സിലായി ഞാൻ നോക്കുന്നില്ല. പുള്ളി പതിയെ അവിടുന്ന് എഴുന്നേറ്റ് മനഃപൂർവ്വം എൻ്റെ ഇടതുവശത്ത് ഒന്ന് ഇരുന്ന് എന്നെ അറിയാതെ ഒന്ന് മുട്ടി. ഞാനിത് അറിഞ്ഞിട്ടും പൊട്ടം കളിച്ചിരിക്കുക. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത്തെ കയ്യിലാരോ ചൊറിയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കും ഉപദേശി എൻ്റെ കയ്യെ ചൊറിയുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളിത് എറണാകുളം മുതൽ തുടങ്ങിയതാണല്ലോ ഈ നോട്ടവും ഈ പിരിവിരിപ്പും. നിങ്ങൾക്ക് എന്താ വേണ്ടത്?
ഉപദേശി എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ പേരെന്താണ്, വീട് എവിടെയാണ്, എങ്ങോട്ടാ പോകുന്നത്? പുള്ളിക്ക് എല്ലാം അറിയണം. ഞാൻ വളരെ ഗൗരവത്തിൽ പേര്, വീട്, പോകുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുക. കുറേ നേരത്തിന് കുഴപ്പമൊന്നുമില്ല. വീണ്ടും അല്പനേരം കഴിഞ്ഞു. ഈ ഉപദേശി രണ്ടും കൽപ്പിച്ച് എൻ്റെ കയ്യെ കയറി പിടിച്ചു, എൻ്റെ തോളത്ത് കയറി പിടിച്ചു. എന്നിട്ട് എന്നെ ശക്തമായി ഒന്ന് കുലുക്കിയിട്ട് വെടി പൊട്ടുന്ന ശബ്ദത്തിൽ എൻ്റെ ചെവി ചോദിച്ചു, അച്ഛൻ രക്ഷിക്കപ്പെട്ടവനാണോ? എനിക്ക് ആ മനുഷ്യനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട് പുള്ളിക്ക്. എൻ്റെ വായു വന്ന മുഴുവൻ ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് പോടോന്ന് പറഞ്ഞു. ആ വൃദ്ധനായ മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന രംഗം ഇപ്പോഴും എൻ്റെ കണ്ണിന് മുമ്പിലുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, ഞാനും രക്ഷിക്കപ്പെട്ടു. ഞാനും ഒരു ഉപദേശിയായി. കൊല്ലം ജില്ലയിൽ ചെറുവക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ എൻ്റെ സ്നേഹിതനായ ഹൂസ്റ്റണിലുള്ള ഡോക്ടർ ജോൺസൺ ഡാനിയേൽ അദ്ദേഹത്തിൻ്റെ ചെറുവക്കൽ കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ചെറുവക്കൽ കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പടുവൃദ്ധനായ മനുഷ്യൻ വിറച്ച് എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. ആ പടുവൃദ്ധനായ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, അച്ഛന് ഓർമ്മയുണ്ടോ ഈ മുഖം? എന്നിട്ട് സുരേഷ് ഗോപി ചോദിച്ചൊരു വാക്യമല്ലേ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഇത് സുരേഷ് ഗോപി ചോദിച്ചതല്ല, ഈ ഉപദേശി എന്നോട് ചോദിച്ചു, ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ശരിക്കൊന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, എന്നിട്ട് വർഷം പിന്നിലേക്കൊന്ന് ചിന്തിച്ച്, എന്നിട്ട് പറ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി, അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് ഞാൻ ആഴത്തിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ എനിക്ക് വളരെ പരിചയമുള്ള ഒരു മനുഷ്യൻ ഒളിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി അത് മറ്റാരുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തീവണ്ടിയിൽ പോകുമ്പോൾ അച്ഛൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എന്നോട് ചോദിച്ച ആ വൃദ്ധനായ ഉപദേശിയ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ രക്ഷിക്കപ്പെട്ട വിവരം ഗുഡ് ന്യൂസ് വാരികയിൽ ഞാൻ വായിച്ചറിഞ്ഞു. ഇന്ന് അച്ഛൻ ചെറുവക്കൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വരുന്നുണ്ടെന്നുള്ള ആ ന്യൂസ് ഞാൻ വായിച്ചറിഞ്ഞു. അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വളരെ ദൂരം യാത്ര ചെയ്ത് വന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് സ്തോത്രം എന്ന് പറയുന്നത് വിവരം കെട്ട ഉപദേശിയുടെ വൈദ്യപ്പഴുപ്പിന്റെ മാർഗമല്ല. സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് സ്വർഗം കൊടുക്കുന്ന സ്വർഗീയ മന്ത്രത്തിന്റെ പേരാണെന്നുള്ളത് എനിക്ക് ബോധ്യമായത്. ഇവിടെ ദാവീദ് ചോദിക്കുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും കർത്താവേ, ഞാൻ നിനക്ക് എന്ത് പകരമാണ് തരേണ്ടത്? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. ഞാൻ അങ്ങേക്ക് ആദരഫലമെന്ന സ്തോത്രയാഗം സകല ജനവും കാണുക ഇടവിടാതെ അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. 2000 ഞാൻ മസ്കറ്റിൽ സോഹാർ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗിക്കുവാൻ പോയി. അവിടെ സോഹാറിലെ രാജാവ് പെന്തക്കോസ്തുകാർക്ക് വലിയൊരു പള്ളി പണിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷ്ഠാക്രമത്തിൽ ആശംസ പറയാൻ വേണ്ടി എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു 10-40 പാസ്റ്റർമാർ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. എനിക്കൊരു സീറ്റ് തന്നു. ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ ഇടതുവശത്ത് ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ, എൻ്റെ വലതുവശത്ത് പ്രായമുള്ളൊരു അപ്പച്ചൻ പാസ്റ്റർ. രണ്ടുപേരെ എനിക്ക് പരിചയമില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പാസ്റ്റർ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ വല്ല പരിചയമുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് പരിചയമില്ല. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്തോത്രം പറഞ്ഞതിന്റെ പേരിൽ അച്ഛനൊരു പയ്യനെ പള്ളിയിൽ നിന്ന് മുടക്കിയിട്ടില്ലേ? അവനൊരു പാസ്റ്റർ ആയിട്ടില്ലേ? ആ പാസ്റ്ററുടെ ചേട്ടൻ പാസ്റ്ററാണ് ഞാൻ. ഞങ്ങളുടെ രണ്ടിന്റെ അപ്പൻ പാസ്റ്റർ അപ്പുറം ഇരിക്കുന്നത്. ഞങ്ങളെ 3 പേരെയും
സ്തോത്രം പറഞ്ഞതിന് മുടക്കി അച്ഛൻ ഭാഷ രണ്ടിന്റെ നടുക്കിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ആശംസ പറയാൻ 2 മിനിറ്റേ ഉള്ളെന്ന് എനിക്കറിയാം. നമുക്ക് തരുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം എടുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഷാജു പാസ്റ്ററോട് ചോദിച്ചത്, എത്ര മിനിറ്റാണ് പ്രസംഗിക്കേണ്ടത് ചോദിച്ചതിൻ്റെ കാരണം അത്. 1 മിനിറ്റ് കൂടുതൽ എടുത്താൽ അത് ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാക്സിമം 2 മിനിറ്റ് ആശംസ പറയാൻ കിട്ടുകയുള്ളൂ. 1/2 മിനിറ്റെങ്കിലും എടുത്തുകൊണ്ട് നമ്മുടെ 3 പേരുടെ ഈ സ്പെഷ്യൽ ഇരിപ്പുണ്ടല്ലോ, സാധാരണ 3 ബന്ധുക്കോസുകാരിരിക്കുന്ന ഇരിപ്പല്ലിത്. ചില ഹോട്ടലിൽ ചെല്ലുമ്പോൾ സ്പെഷ്യൽ ഊണെന്നുള്ള ഒരു ബോർഡ് കാണും അല്ലേ? സ്പെഷ്യൽ ഊണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കപ്പ ഒരു തൈര് കാണും, പക്ഷെ പേരെന്താ? സ്പെഷ്യൽ ഊണ്. അപ്പൊ നമ്മുടെ 3 പേരുടെ ഈ സ്പെഷ്യൽ ഇരിപ്പുണ്ടല്ലോ, ഈ ഇരിപ്പിനെ കുറിച്ച് ഒരു വാചകമെങ്കിലും പ്രസംഗത്തിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആവേശം കയറി. ഞാൻ എഴുന്നേറ്റ് ഒന്നുകൊണ്ട് പറഞ്ഞു, സ്തോത്രം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മുടക്കി പിന്നീട് പാസ്റ്ററായ പാസ്റ്ററുടെ ചേട്ടൻ പാസ്റ്റർ എൻ്റെ ഇടത്തും, ആ 2 പാസ്റ്റർമാരുടെ അപ്പൻ പാസ്റ്റർ എൻ്റെ വലത്തു വരുന്ന, അവരെ 3 പേരെ മുടക്കിയ അച്ഛൻ പാസ്റ്റർ നടുക്കു വരുന്ന, ഞങ്ങൾ ഒരുമിച്ച് പറയുന്ന സ്തോത്രം കേൾക്കുമ്പോൾ സ്വർഗം എത്രമാത്രം സന്തോഷിക്കും. അതിൽ സംബന്ധിച്ച് ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, സോഹാറിന്റെ ചരിത്രത്തിൽ ഇത്ര ഒച്ചത്തിലുള്ളൊരു സ്തോത്രം അതിനു മുൻപ് അവിടെ ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. ആദ്യമായി എനിക്ക് പറയുവാനായിട്ടുള്ളത്, കർത്താവായ യേശു നമ്മളോട് ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ മറുപടിയായി കർത്താവിനൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് നന്ദികേടാണ്. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യം നന്ദികേടാണ്. 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഒരുത്തൻ മാത്രം നന്ദി പറയാൻ വന്നു. ചങ്ക് പൊട്ടിയല്ലേ യേശു ചോദിക്കുന്നത്, ഈ ഒരുത്തൻ മാത്രമേ ഉള്ളൂ? 10 യഹൂദന്മാരെ, ദൈവമക്കളെ, കുഷ്ഠം ഞാൻ സൗഖ്യമാക്കിയതാ. 9 പേരെ, 9 ഇല്ലേ? ഈ പുറയാതിക്കാരൻ മാത്രമേ ഉള്ളൂ? ഹൃദയം തകർന്ന് കർത്താവ് ചോദിക്കുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ഒരു കാലത്ത് ഒരു കണ്ണും കരുണ കാണിക്കാതെ പുറംപോക്കിൽ ജീവിച്ചിരുന്ന, നരകത്തിലേക്ക് ഊപ്പൂത്തിക്കൊണ്ടിരുന്ന എന്നെയും നിങ്ങളെയും, നമ്മളെക്കാൾ യോഗ്യതയുള്ള അർഹതയുള്ള കോടാനുകോടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടായിരുന്നിട്ട് അവരെ ആരെയും കാണാതെ തന്റെ പരിശുദ്ധ ചോര എന്ന് നമ്മുടെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവ് നമ്മൾക്ക് ചെയ്ത ഈ പാപക്ഷമയോർത്താൽ ലോകത്തിൽ മറ്റാർക്കും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയുകയില്ല. ഈ ഒരൊറ്റ കാര്യം ഓർത്താൽ രക്ഷയുടെ പാനപാത്രം എടുത്ത് അതിന് വന്ന സ്തോത്രയാഗം കൊണ്ട് ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾക്ക് സാധിക്കുമോ? ദാവീദ് വീണ്ടും പറയുന്നു, ഫോർ വാട്ട്? എന്തിനാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യേണ്ടത്? 116 സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നു, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. പ്രിയ ഷാജു പാസ്റ്റർ പറഞ്ഞു, മരണം പല പ്രാവശ്യം സംഭവിച്ച ഒരു ചരിത്രം ജർമ്മനിയിലെ സഭയ്ക്കുണ്ടെന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണം താണ്ഡവ നൃത്തമാടിയ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്റെ 8ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് മരിച്ചു. 4 വയസ്സിൽ എന്റെ ഒരു ജ്യേഷ്ഠൻ മരിച്ചു. 3 വയസ്സിൽ വേറൊരു ജ്യേഷ്ഠൻ മരിച്ചു. മരണം താണ്ഡവ നൃത്തമാടിയ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ജനിക്കുന്നതിന് മുൻപ് എന്റെ 2 ചേട്ടന്മാര് മരിച്ചു. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എന്റെ പിതാവ് മരിച്ചു. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ആരാധിക്കുന്ന യേശുവല്ലേ? അമ്മ ഓർത്തഡോക്സുകാരിയാ. അമ്മ പറഞ്ഞു, കർത്താവിന് നിന്റെ പിറകിൽ എന്തെങ്കിലും
പ്രത്യേക പദ്ധതികൾ ഉണ്ടായിരിക്കും. 1.5 വയസ്സിൽ ഞാൻ മരിച്ചെന്ന് സർട്ടിഫിക്കറ്റ് തന്ന ഒരു ഡോക്ടർ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. ഞാൻ പെന്തക്കോസ്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടറെ, എന്റെ മാതാവും എന്റെ നാട്ടുകാരും ഒക്കെ പറയുന്നു 1.5 വയസ്സിൽ ഞാൻ മരിച്ചു. ഡോക്ടർ മരണ സർട്ടിഫിക്കറ്റ് നൽകിയത് ശരിയാണോ? എനിക്ക് സത്യം അറിയണം. ആലപ്പുഴ സാർ എന്ന നാട്ടുകാർ വിളിക്കുന്ന പുതുപ്പള്ളിയിലെ ജനകീയ ഡോക്ടറായിരുന്ന ഡോക്ടർ KJ വർഗീസ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലുള്ള ചന്തയുടെ ഓപ്പോസിറ്റുള്ള ക്ലിനിക്കിൽ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. 1.5 വയസ്സിൽ അച്ഛൻ മരിച്ച സർട്ടിഫിക്കറ്റ് ഞാൻ തന്നതാ. ഞാൻ മാടക്കൽ അച്ഛൻ എന്റെ പള്ളിയിലെ വികാരിയായിരുന്നു. 42 വർഷം എന്റെ പള്ളിയിലെ ഓർത്തഡോക്സ് പള്ളിയിലെ വികാരിയായിരുന്നു. മാടക്കൽ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഇത് ശരിയാണോ? അച്ഛൻ പറഞ്ഞു, ശരിയാ. 1.5 വയസ്സിൽ മോൻ മരിച്ചതാ. മോന്റെ അമ്മ മറിയാമ്മ പള്ളിയുടെ മുന്നക്കൂടെ നിലത്ത് കടന്ന് ഉരുണ്ട് ബഹളം വെക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നിന്റെ ചുണ്ട് ചലിക്കുന്നു. ഞാനാണ് മറിയാമ്മയോട് പറഞ്ഞത് കുഞ്ഞിനെ മുല കൊടുക്കാൻ. അങ്ങനെ മറിയാമ്മ നിനക്ക് മുല തന്നു. അങ്ങനെയാ നീ ജീവിച്ചത്. ഇതെന്നോട് പറഞ്ഞത് പുതുപ്പള്ളി ഞങ്ങളുടെ നിലയ്ക്കൽ ഓർത്തഡോക്സ് പള്ളിയിലെ വികാരിയായിരുന്ന വന്യ ദിവ്യശ്രീ മാടക്കൽ MK ജോസഫ് കോർ എപ്പിസ്കോപ്പിയ. ഞാൻ ഈ കാര്യം തെളിവ് സഹിതം പറയുന്നത് ഇന്ന് ഒരുപാട് വ്യാജ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ പറയുന്നത് ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുൻപാകെയും 101% ആക്യുറേറ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജനിക്കുന്നതിന് മുൻപ് 2 ജ്യേഷ്ഠന്മാർ പൂർണ്ണ ആരോഗ്യമുള്ളവർ പെട്ടെന്ന് വീണ് മരിച്ചു. 8ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് മരിച്ചു. 1.5 വയസ്സിൽ മരണം എന്നെയും പിടികൂടിയപ്പോൾ എന്റെ അമ്മയുടെ നിലവിളിയാണ് സാത്താന്റെ മരണവക്രത്തിൽ നിന്ന് വലിച്ച് ഇന്ന് വീണ്ടും 65 വയസ്സൂടെ ബോണസായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവിനോട് കരുണ കാണിച്ചത്. ഈ യേശുവിനെ ഇന്ന് ജർമ്മനിയിലെ ബെതേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ആരെങ്കിലും മരണഭീതിയുമായി കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാ ഞാൻ ഈ സൂം മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത്. ദാവീദ് പറയുന്നു, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ചെറിയ പനി മാറ്റുന്ന യേശുവല്ല നമുക്കുള്ളത്. ഒരു ചെറിയ തലവേദന മാറ്റുന്ന യേശുവല്ല നമുക്കുള്ളത്. ഒരു ക്യാൻസർ മാറ്റുന്ന യേശുവല്ല നമുക്കുള്ളത്. നിനക്കിനി ആയുസ്സില്ല, നീ വിധവയാകാൻ പോകുന്നു, നിന്റെ ഭാര്യ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പേടിപ്പിക്കുന്ന തന്ത്രശാലിയായ മരണാധികാരിയായ പിശാചിന്റെ കയ്യിൽ നിന്ന് മരണപത്രം വലിച്ചു കീറി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞ നിനക്ക് ആയുഷ് നീട്ടിത്തരാൻ കഴിവുള്ള ഒരു യേശുവിനെ അനുഭവത്തിൽ നിന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ലെ എനിക്കിന്നിവിടെ പ്രസംഗിക്കേണ്ട ഒരു കാര്യമില്ല. ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. കാരണം എനിക്കിതിൻ്റെ ടെക്നിക്കൽ സൂമിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മക്കളും എൻ്റെ മരുമകനും ഒക്കെ അത് ചെയ്തു തന്നെങ്കിലേ പറ്റുള്ളൂ. ഇന്ന് രാവിലെ ജോലിക്ക് പോകേണ്ടത് എൻ്റെ മരുമകൻ. ഈ സൂം ചെയ്യാൻ വേണ്ടിയാണ് അവന് 6 മണിക്കൂർ സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നത്. സാധാരണഗതിയിൽ ഷാജു പാസ് വിളിക്കുമ്പോൾ നോ ഐ ആം ബിസി എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞ് എനിക്ക് ഒഴിവാകാം. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, മരണഭീതിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ ദുഷ്ടനെ തകർക്കാനായിട്ടൊരവസരമുണ്ട്. അച്ഛൻ എങ്ങനെയെങ്കിലും അതിന് സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ടാണ് ഞാൻ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് എൻ്റെ മക്കളുടെ ജോലി പോലും തടസ്സപ്പെടുത്തി അവരെ ഇവിടെ ഇരുത്തി ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ഇത് പറയാനുള്ള കാരണം അതാ. ദൈവത്തിന് സ്തോത്രം. 116 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, 16 വാക്യത്തിൽ പറയുന്നു, യഹോവേ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെ സകല ബന്ധനങ്ങളെയും ശാപങ്ങളെയും മരണത്തെയും നീക്കാൻ കഴിവുള്ള ഒരു യേശുവാണ് 2026 ജൂലൈ മാസം 22-ാം തീയതിയും ജീവിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഒരു കാര്യം കൂടെ പറഞ്ഞ സമയം തീർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. 24 മണിക്കൂർ നിന്നോണ്ട് പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ സമയത്തെ മാനിക്കണം. എനിക്കെന്ന സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും സമയം കൂടുതലെടുത്തു എന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്ന് ഞാൻ പ്രോമിസ് തരികയാണ്. എൻ്റെ അമ്മയുടെ കല്യാണം നടന്നത് അമ്മയുടെ 12ാമത്തെ വയസ്സിലാണ്. ഇന്നാണെങ്കിൽ അമ്മയുടെ അപ്പനൊക്കെ ജയിലിൽ പോകും, അല്ലേ? ബാല്യവിവാഹം. പക്ഷെ അന്ന് ബാല്യവിവാഹം ധാരാളമാണ്. എൻ്റെ അമ്മയുടെ വീട് പിറവത്താണ്. പിറവ് നമ്മുടെ പാസ്റ്റർ ബാബു ചെറിയാൻ്റെ ഒക്കെ അതായത് ശുശ്രൂഷിക്കുന്ന നാടാണ് പിറവ്. പിറവത്താണ് എൻ്റെ അമ്മ ജനിച്ചത്. അമ്മ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആങ്ങളെ സ്കൂളിൽ ചെന്നിട്ട് അമ്മയെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന വഴി പറഞ്ഞു, മറിയാമ്മേ, ഇന്ന് നിന്റെ കല്യാണമാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് പുതുപ്പള്ളിക്കാരനായ എൻ്റെ അപ്പനുമായി അമ്മയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് അമ്മ പർവ്വത്തെ വീട്ടിലേക്കും പോയി. ഇച്ചാച്ചൻ എൻ്റെ പിതാവ് പുതുപ്പള്ളിയിലെ വീട്ടിലേക്കും പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മയെ കല്യാണം കഴിച്ച് പുതുപ്പള്ളിയിലേക്ക് അയക്കുന്ന സമയത്ത് അമ്മയുടെ പിതാവ് സ്ത്രീധനത്തിന്റെ കൂട്ടത്തിൽ വളരെ മനോഹരമായ ഒരു മണിച്ചിത്രത്താഴുള്ള ഒരു പെട്ടി കൊടുത്തു. അത് ഈട്ടിത്തടി കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയാണ്. മണിച്ചിത്രത്താഴെന്ന് ഞാൻ പറയാൻ കാരണം ആ പെട്ടിയുടെ പൂട്ടിന്റെ അവിടെ നല്ല മെറ്റൽ കൊണ്ട്, നല്ല സ്വർണ്ണ കളറുള്ള മെറ്റൽ കൊണ്ട് ഈ പ്രാവിന്റെ പടവും ചില മുന്തിരിങ്ങാക്കൊല്ലയുടെ പടമൊക്കെ മനോഹരമായ പടമൊക്കെ വെച്ച് മനോഹരമായൊരു പെട്ടി. അമ്മ ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അമ്പിളി അമ്മാമനെ പിടിച്ചു തരാൻ പറഞ്ഞ അമ്മ പിടിച്ചു തരും. പക്ഷേ ഈ പെട്ടി തുറക്കാൻ അമ്മ സമ്മതിക്കുകയില്ല. എനിക്കാണ് ഈ പെട്ടി തുറക്കാതിരിക്കാനും വയ്യ. കാരണം എന്നാണെന്നറിയാവോ? ഈ പെട്ടി തുറക്കുമ്പോൾ നല്ലൊരു മ്യൂസിക്കൽ ട്രിങ് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട്. നമ്മുടെ ചില ക്ലോക്കൊക്കെ ഇങ്ങനെ 12 ആകുമ്പോഴേക്കും കിളി അലയ്ക്കുന്നു പറഞ്ഞ പോലെ അന്ന് ഇതൊന്നുമില്ലല്ലോ. അന്ന് ഈ പെട്ടി തുറക്കുമ്പോൾ ട്രിങ് എന്ന് പറഞ്ഞൊരു മെലഡിയസ് സൗണ്ട്. അതൊരു 2-3 സെക്കൻഡുകൾ ഇങ്ങനെ നിൽക്കും. അത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല അയൽപക്കത്തും കേൾക്കാം. എനിക്കാണ് ഈ ശബ്ദം കേൾക്കാതെ വിട്ടിരിക്കാനും വയ്യ. അമ്മ ജന്മം ചെയ്താൽ ഈ പെട്ടി തുറക്കാൻ എന്നെ സമ്മതിക്കുകയില്ല. അന്ന് എനിക്ക് 13 വയസ്സുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. അമ്മയ്ക്ക് അപ്പോൾ 46 വയസ്സുണ്ട്. എൻ്റെ 2 ചേട്ടന്മാർ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഉണ്ടായത്. അമ്മയുടെ 33ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് 46 വയസ്സുണ്ട്, എനിക്ക് 13 വയസ്സുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുക, 7-ലോ 8-ലോ പഠിക്കുക. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ അമ്മ ഞങ്ങൾ കാണാതെ ഈ പൂട്ടിന്റെ താക്കോൽ, ഈ അടുക്കളയിൽ ഒരു ഉറിയുണ്ട്, ആ ഉറിക്കകത്ത് ഈ അരി ഇടുന്നത്. ഞങ്ങൾ കാണാതെ അമ്മ ഈ താക്കോല് ഈ അരിക്കകത്ത് ഇങ്ങനെ പാത്ത് വെക്കും. ഒരു ദിവസം ഞാൻ ഒളിച്ചിരുന്ന അമ്മ ഈ താക്കോല് വെക്കുന്നത് കണ്ടു. എന്നിട്ട് ഞാൻ കാണാത്ത ഭാവത്തിൽ നിന്നു. അമ്മ രാവിലെ പുതുപ്പള്ളി ചന്തയ്ക്ക് പച്ചക്കറി മേടിക്കാനായിട്ട് പോയി. അമ്മ പോയ ഉടനെ ഞാനൊരു സ്റ്റൂളൊക്കെ അടുക്കളയിലിട്ട് അതേ കയറി നിന്നിട്ട് ഈ ഉറിയാൽ വലിഞ്ഞിങ്ങനെ കൈ ഉയർത്തി ആ അരിക്കലത്തിനകത്ത് കൈയിട്ട് ഞാൻ താക്കോലെടുത്തു. എനിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായി. ഞാൻ ഈ താക്കോല് കൊണ്ട് ഈ പെട്ടി തുറന്നു. ട്രിങ് എന്നുള്ള ആ മെലഡിയസ് സൗണ്ട് ഇങ്ങനെ വ്യാപിച്ചു. പല പ്രാവശ്യം ഞാൻ ആ സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, അമ്പിളിമാമനെ വേണമെങ്കിലും പിടിച്ചു തരുന്ന അമ്മയാ, എന്തുകൊണ്ടാണ് ഈ പെട്ടി എന്നെ തുറപ്പിക്കാത്തത്? അപ്പൊ അതിലെന്തെങ്കിലും സൂത്രമുണ്ടല്ലോ. അതറിയാൻ വേണ്ടി അമ്മ വരുന്നതിന് മുൻപ് ഞാൻ ഈ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അമ്മയുടെ ചട്ടയും മുണ്ടും എല്ലാം ഇങ്ങനെ അലക്കി തേച്ച് വെച്ചിരിക്കുക. TPM മദർമാരുടെ പോലെ നിറമുള്ള പള്ളി പോകാൻ വേണ്ടി ചട്ടയും മുണ്ടും ഒക്കെ നല്ലവണ്ണം അലക്കി തേച്ച്
അതിൽ ഈ പാറ്റാഗുളിക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇന്നത്തെ പെർഫ്യൂമാണ്. അന്ന് പെർഫ്യൂം ഒന്നുമില്ല. അന്നത്തെ ഏറ്റവും വലിയ പെർഫ്യൂമാണ് പാറ്റാഗുളിക. എനിക്കാണെങ്കിൽ അതിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഈ പാറ്റാഗുളിയൊക്കെ ഇട്ട് ഇങ്ങനെ ചട്ടയും മുണ്ടും വെച്ചിരിക്കുന്നു. ഞാൻ ഈ ചട്ടയും മുണ്ടും എല്ലാം എടുത്ത് കട്ടയിലോട്ട് വെച്ച് 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 പെട്ടി കാലിയായപ്പോൾ അതിന്റെ ഏറ്റവും അടിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു കെട്ട് പനയോല അത് കെട്ടിവെച്ചിരിക്കുക. ഞാൻ ആ പനയോല കെട്ടെടുത്തു. ആ പനയോലയിൽ എഴുത്താണി കൊണ്ട് പഴയ മലയാളത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് മലയാളം പണ്ടേ വലിയ ഇഷ്ടം. പഴയ മലയാളമാണെങ്കിലും എനിക്കിതിന്റെ അക്ഷരം പിടികിട്ടി. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മയുടെ ജാതകമാണ്. അന്ന് ഓർത്തഡോക്സുകാരും ജാതകം എഴുതുമായിരുന്നു. എന്റെയൊക്കെ ജാതകം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എഴുതുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയുടെ ജാതകം എഴുതിയിരിക്കുക. ഞാൻ ആ ഓലയുടെ കെട്ടഴിച്ചു. ആ പനിയോല കയ്യിലെടുത്ത് ഞാൻ വായിച്ചു. അതിൽ ഞാൻ ഇങ്ങനെ വായിച്ചു: പിറവം വേഴവേലിൽ കുരുവിളയുടെ മകൾ മറിയാമ്മ 47 വയസ്സ് തികയുന്ന സെക്കൻഡിൽ മരിച്ചിരിക്കും. മരിച്ചില്ലെങ്കിൽ ഈ ജാതകം ഗണിച്ച പാഴൂർ പടിപ്പുരമനയിലെ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ജാതകം എഴുത്ത സെക്കൻഡിൽ അവസാനിപ്പിക്കും. ഇതാ ഞാൻ വായിക്കുന്നത്. പാഴൂർ പടിപ്പുരമനയെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇന്നും പറവം വഴി എറണാകുളത്തേക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ ഞാൻ ആ പടിപ്പുര കാണാറുണ്ട്. അവിടെയുള്ള ജ്യോത്സ്യന്മാർ എഴുതിയിട്ടുള്ള ഒരൊറ്റ ജാതകം അണുവിട സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഭാഷ ബാബു ചെറിയാനോട് ചോദിച്ചിട്ടുണ്ട്. ലോകപ്രസിദ്ധമാണ് പിറവം പാഴൂർ പടിപ്പുരമന. അവിടുത്തെ സുബ്രഹ്മണ്യൻ തിരുമേനി എഴുതിയ ഒരൊറ്റ ജാതകം സെക്കൻഡ് മാറിയിട്ടില്ല. എന്താ അതിന്റെ ചരിത്രമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ അമ്മ മറിയാമ്മ 47 വയസ്സ് തികയുന്ന സെക്കൻഡിൽ മരിക്കും. എനിക്ക് 13 വയസ്സായി. അമ്മയ്ക്ക് 46 വയസ്സായി. അടുത്ത കൊല്ലം അമ്മ മരിക്കും. ഉയ്യോ, അത് ഓർത്തപ്പോൾ എന്റെ സമനില തെറ്റി. എന്റെ 2 ഏട്ടന്മാര് മരിച്ചു. എനിക്ക് 8 വയസ്സപ്പോൾ എന്റെ അപ്പൻ മരിച്ചു. 1.5 വയസ്സിൽ ഞാൻ മരിച്ചെന്ന് ഡോക്ടർമാര് പറഞ്ഞു. ഇനി എന്റെ അമ്മയും കൂടെ മരിച്ചാൽ എനിക്കാര്? ഞാന് പുതുപ്പള്ളിയിലെ വീടിന്റെ മുറ്റത്ത് കടന്ന് അലറി ഊരുണ്ട നിലവിളിച്ച് കരയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്തയെന്ന് അമ്മ സാധനമൊക്കെ ആയിട്ട് മടങ്ങി വരിക. അമ്മ നോക്കുമ്പോൾ എന്റെ കയ്യിൽ അമ്മയുടെ ജാതകം. അമ്മയ്ക്ക് മനസ്സിലായി കള്ളം പിടികിട്ടി. ഇനി എന്തു പറഞ്ഞിട്ടും രക്ഷയില്ല. അമ്മയെ കണ്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് അമ്മയോട് ചോദിച്ചു, അടുത്ത വർഷം അമ്മ മരിക്കുമോ? അമ്മ പറഞ്ഞു, സൂര്യൻ ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചിരിക്കും. സൂര്യൻ ഒരു സത്യമാണെങ്കിൽ അടുത്ത കൊല്ലം എനിക്ക് 47 വയസ്സ് തികയുന്ന സെക്കൻഡ് ഞാൻ മരിച്ചിരിക്കും. ഞാൻ ചോദിച്ചു, അമ്മ അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? അമ്മ പറഞ്ഞു, മോനെ, പാഴൂർ പടിപ്പുരമനയിലെ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ ശക്തി നിനക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാം. അദ്ദേഹം ഗണിച്ചിട്ടുള്ള സകല ജാതകവും അക്ഷരം പ്രതി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ മരിക്കുമല്ലേ? അമ്മ മരിച്ചാൽ ഞാനും ആ കൂടെ മരിക്കും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. എന്റെ അപ്പൻ മരിച്ചപ്പോൾ അമ്മയല്ലേ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി ഇനി ഞങ്ങൾക്ക് ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ യേശു ഉണ്ടെന്ന് പറഞ്ഞത്. ആ യേശുവിന് അമ്മയുടെ ഈ മരണജാതകം ഒന്ന് തിരുത്തി ഇത് ജീവജാതകമാക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. ആ ചോദ്യം കേട്ട അമ്മ കുറെ നേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, യേശുവിന് അസാധ്യമായ ഒന്നുമില്ല, യേശുവിന് കഴിയും. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മയൊന്ന് യേശുവിനോട് പറഞ്ഞേ, അമ്മയുടെ മരണജാതകം ഒന്ന് തിരുത്തി അത് ജീവജാതകമാക്കാമെന്ന് പറയാമോ? അമ്മ പറഞ്ഞു, പറയാം. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ അമ്മ ഈ ജാതകം ഒന്ന് കത്തിക്കാവോ? എന്റെ കണ്ണിന് മുമ്പിൽ വെച്ച് ഈ ജാതകം ഒന്ന് കത്തിക്കാമോ? അമ്മ തലയാട്ടി കത്തിക്കാം. ഞാൻ അടുക്കളയിൽ പോയി. അന്ന് മണ്ണെണ്ണ ഗ്ലാസ് കൊണ്ടുള്ള വിളക്ക, മണ്ണെണ്ണ കുപ്പി കൊണ്ടുള്ള വിളക്ക. ഞാൻ ആ വിളക്കുമായിട്ട് വന്നു, ഒരു തീപ്പെട്ടിയായിട്ട് വന്നു. ഞാൻ അതിന്റെ അടുപ്പ് തുറന്ന ആ മണ്ണെണ്ണ പാഴൂർ പടിപ്പുരമന സുബ്രഹ്മണ്യൻ തിരുമേനി എഴുതിയ അമ്മയുടെ ജാതകത്തിൽ ഞാൻ ഒഴിച്ചു.
തീപ്പെട്ടി അമ്മയുടെ കൊടുത്ത് പറഞ്ഞ് കത്തിക്കാൻ പറഞ്ഞു. അമ്മ 118 സങ്കീർത്തനം 17 വാക്യം കാണാതെ ചൊല്ലിക്കൊണ്ടത് കത്തിച്ചു. എന്താണ് അമ്മ പറഞ്ഞത്? ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ വാക്യം പറഞ്ഞ അമ്മ അത് കത്തിച്ചു. അമ്മയുടെ ജാതകം ഞങ്ങളുടെ കണ്ണിന് മുമ്പിലൂടെ പുകച്ചുരുളുകളായി ചാരമായി പറന്നു. അമ്മയ്ക്ക് 47 വയസ്സ് തികയുന്ന അന്ന് എനിക്ക് 13 വയസ്സ്. എനിക്കൊന്നും ഉറക്കം വന്നില്ല. രാത്രി 12 മണിക്ക് ഞാൻ അമ്മയുടെ മുറിയിൽ പോയി. അമ്മയുടെ മൂക്കിന്റെ താഴെ വിരൽ വെച്ച് നോക്കി, ശ്വാസമുണ്ടോ? ശ്വാസമുണ്ട്. 2 മണിക്ക് പോയി വിരൽ വെച്ചു, ശ്വാസമുണ്ട്. 3 മണിക്ക് അമ്മ മരിച്ചിട്ടില്ല. 4 മണിക്ക് അമ്മ എഴുന്നേറ്റ് മനമേ പക്ഷി ഗണങ്ങളെന്ന പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. 47 വയസ്സിൽ അമ്മ മരിച്ചില്ല. 50 വയസ്സിൽ അമ്മ മരിച്ചില്ല. 55 വയസ്സിൽ അമ്മ മരിച്ചില്ല. 60 വയസ്സിൽ അമ്മ മരിച്ചില്ല. 65 വയസ്സിൽ അമ്മ മരിച്ചില്ല. 70 വയസ്സിൽ അമ്മ മരിച്ചില്ല. 75 വയസ്സിൽ അമ്മ മരിച്ചില്ല. 80 വയസ്സിൽ അമ്മ മരിച്ചില്ല. 85 വയസ്സിൽ അമ്മ മരിച്ചില്ല. മക്കളെ 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 അവരുടെ മക്കളെയും കണ്ടു. എല്ലാത്തിനും കല്യാണമുണ്ടു. പുതുപ്പള്ളിയിൽ ഒരു രാജ്ഞിയായി അമ്മ ജീവിച്ചു. പെന്തിക്കോസിലും വന്നു. എന്നോട് സ്ഥാനപ്പെടുത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ പെന്തിക്കോസിൽ സ്ഥാനപ്പെടുത്തുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊരു പാസ്റ്റർ സ്ഥാനപ്പെടുത്തിയായിട്ട് ഞാൻ കേട്ടിട്ടുള്ള അറിഞ്ഞുകൂടാ പുള്ളിക്ക്. ഞാൻ നിനക്ക് ജീവപര്യന്തം കിരീടം തരുമെന്നുള്ളതിന് മരണകിരീടം തരുമെന്ന ആ സ്ഥാനപ്പെടുന്ന സമയത്ത് പുള്ളി പറഞ്ഞത്. അപ്പൊ അതുപോലെ വാക്ക് മാറിപ്പോയ കൊഴുപ്പാവും, അതുകൊണ്ട് ഞാൻ സ്ഥാനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ കേരള സ്റ്റേറ്റ് ഓർച്ചറായിരുന്ന പാസ്റ്റർ PAV സാംസാറാണ് എന്റെ അമ്മയെ സ്ഥാനപ്പെടുത്തിയത്. 87-ാമത്തെ വയസ്സിൽ എന്നെ വിളിച്ച് അമ്മ പറഞ്ഞു, അച്ഛാ എനിക്ക് നീ ഭൂമിയിൽ ജീവിക്കണ്ട, ജീവിച്ച് കൊതു തീർന്നു, എനിക്ക് എത്രയും വേഗം യേശുവിൻ്റെ അടുത്ത് പോകണം. ഞങ്ങൾ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം അടുത്ത് വരുത്തി എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എന്റെ അനിയന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് കുടിച്ചു, ഒരു പാലപ്പം തന്നു. ഇനി ഞാൻ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ അമ്മ കട്ടിലേക്ക് കയറി കിടന്നു. സ്വർഗം തുറന്നു. മരണജാതകത്തെ ജീവജാതകമാക്കിയ യേശു 47 വയസ്സ് തിരുത്തിക്കുറിച്ച് 87 വയസ്സാക്കി കൊടുത്ത എന്റെ യേശു, മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവൻ, സ്വർഗീയ ഘടങ്ങളുമായി പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് ഇറങ്ങി വന്ന് എന്റെ അമ്മയുടെ ആത്മാവിനെ കൊണ്ട് സ്വർഗത്തിൽ പോയി. ഞാൻ ഈ സൂമിൽ പ്രസംഗിക്കുന്നതും എന്റെ അമ്മ തിരിച്ചറിയുമെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ഞാൻ ഈ വിഷയം ഒരിടത്തും പ്രസംഗിക്കുന്നതല്ല. പ്രിയ ഷാജു പാസ് എന്നോട് പറഞ്ഞു, മരണദൂതന്റെ അറ്റാക്ക് മൂലം ഭയപ്പെടുന്ന ചില ജീവിതങ്ങൾ ജർമ്മനിയിലെ സഭകളിലുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാ പറഞ്ഞ്, എൻ്റെ അമ്മയുടെ അനുഭവത്തിൽ നിന്നാ പറഞ്ഞ്. വല്ലവരും പറഞ്ഞത് കേട്ട്, തേർഡ് പാർട്ടി പറഞ്ഞത് കേട്ട് കാണാതെ പറഞ്ഞതല്ല. ഒരു തലവേദന മാറ്റുന്ന യേശുവിനെ എനിക്ക് വേണ്ട, അതിന് വൈദ്യന്മാരുണ്ട്. പനി കുറയ്ക്കുന്ന യേശുവിനെ അല്ല എനിക്ക് വേണ്ടത്, അതിനും ആശുപത്രിയിൽ പോയി കിടത്താൽ മതി, ട്രിപ്പ് ഇട്ടാൽ മതി, മാറിക്കോളൂ. എനിക്ക് വേണ്ടത്, നിനക്കിനി ആയുസില്ല, നീ വിധവയാകാൻ പോകുന്നു, നിന്റെ മക്കൾ തെണ്ടിത്തിരിയാൻ പോകുന്നു, നിന്റെ ഭാര്യ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയത്തും എന്നെയും ഭയപ്പെടുത്തുന്ന ഈ ദുഷ്ടപിശാച്, പ്രിയ സഹോദരി, നിന്റെ ചെവിയിൽ ഇത് മന്ത്രിക്കുമ്പോൾ നീ പിശാചിനോട് പറയണമില്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ജീവന്റെ ഉടയവനായ എന്റെ യേശുവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. അതിനുശേഷം എന്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, അച്ഛന് മരണഭയം അതിന്റെ ആവശ്യമില്ല. അച്ഛനെ ഒരാൾ വെട്ടി നുറുക്കി തുണ്ടമാക്കിയാലും യേശു അച്ഛനിട്ടിരിക്കുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിന് മുൻപായി സംഭവിക്കുന്നതെങ്കിൽ ഈ മുറിവുകളെല്ലാം കൂടി ഒന്നിച്ചായി അച്ഛൻ ജീവൻ പ്രാപിക്കും. എനിക്ക് മരണഭയമില്ല, ഒട്ടും ഭയമില്ല.
ഏത് സമയത്ത് മരിക്കുന്നതിനും പേടിയില്ല. കാരണം എനിക്കൊരു കാര്യം നല്ല ഉറപ്പാ, എന്റെ കർത്താവ് എനിക്ക് നിശ്ചയിച്ച ആ നിമിഷത്തിന്റെ ഒരൊറ്റ സെക്കൻഡ് മുമ്പ് എന്റെ ജീവൻ എടുക്കാൻ പ്രപഞ്ചത്തിൽ ആർക്കും പറ്റുകയില്ല. പിന്നെ എന്റെ ഭൂമിയിൽ ജോലിയില്ല, നേരത്തെ തീർന്ന് കർത്താവ് എന്നെ വിളിച്ചാൽ ഞാൻ എന്തിനാ പേടിക്കുന്നു? പാസ്റ്റർ വി.എ. തോമസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറയുക, എടാ 42 വയസ്സിൽ ദൈവം നിന്നെ ഏൽപ്പിച്ച ജോലി മുഴുവൻ നീ ഓവർ ടൈം ചെയ്ത് തീർത്താല് പിന്നെ നീ 82 വയസ്സ് വരെ വെറുതെ എന്തിനാ കുത്തിയിരിക്കുന്നത്? 42 വയസ്സിലെ ഡ്യൂട്ടി തീർത്താൽ എത്രയും വേഗം വീട്ടിൽ പോകാൻ മേലേ? നമ്മളൊക്കെ ഈ ദൈവം തന്ന ഡ്യൂട്ടി ഇങ്ങനെ പയ്യെ പയ്യെ തീർക്കാതെ 82 വയസ്സ് വരെ നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടാ ഇതുവരെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരും ഈ ഭൂമിയിൽ ചിരകാലം ജീവിക്കേണ്ടവരല്ല. അങ്ങനെ ആഗ്രഹിച്ചാലും നടക്കുകയില്ല. ഞാൻ ചെറുപ്പത്തിലൊക്കെ എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു, അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദിവസം അമ്മേനോട് പറഞ്ഞില്ല, അമ്മ മരിക്കുകയില്ല. അങ്ങനെ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട് ഇവിടെ അല്ല. ബില്ലി ഗ്രഹാം പറയുന്നു, മൈ ഹോം ഈസ് ഇൻ ഹെവൻ, ഐ ആം ഹിയർ ഓൺലി എ ടൂറിസ്റ്റ്. എന്റെ വീട് സ്വർഗമാ, ഞാൻ 70 കൊല്ലത്തെ ഈ ഭൂമി എന്ന ഗ്രഹം കാണാൻ വന്നതാ. എക്സ്കർഷന് പോകുന്ന പിള്ളേരോട് ചോദിച്ചാൽ പറയും, എക്സ്കർഷന് പോകുന്നതിന്റെ തലേദിവസം ഉറങ്ങുകയില്ല. ഞാൻ ആദ്യമായിട്ട് മട്ടാഞ്ചേരി കണ്ടത് പുതുപ്പള്ളി ഉമ്മൻചാണ്ടി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. കാരണം മട്ടാഞ്ചേരി പോകുന്നതും യഹൂദന്മാരുടെ സിനഗോഗ് കാണുന്നതും കപ്പലേക്ക് കയറുന്നതും ഒരു 10 പ്രാവശ്യമെങ്കിലും അമ്മയെ വിളിച്ച് ചോദിച്ചു, നേരം വെളുത്തോന്ന്. അമ്മ പറഞ്ഞു, പേടിക്കണ്ട, നേരം വെളുത്തോളൂ, ഞാൻ കൊണ്ട വിടാം. അങ്ങനെ മട്ടാഞ്ചേരി കണ്ടു, സിനഗോഗ് കണ്ടു, കപ്പലേക്ക് കയറി കഴിഞ്ഞപ്പം പിന്നെ എന്റെ ചിന്ത പുതുപ്പള്ളിയിലെ വീട്ടിൽ എത്ര വേഗം വരണം എന്നുള്ളതാണ്. 40 കൊല്ലത്തേന് 50 കൊല്ലത്തേന് 60 കൊല്ലത്തേന് ദൈവം നമ്മളെ ഈ ഗ്രഹം കാണാൻ വിട്ടിരിക്കുന്നതാ. ഇതെല്ലാം തീക്കരയാനുള്ളതാ. ഇവിടമല്ല നമ്മുടെ നാട്. കർത്താവ് തരുന്ന് വിളിക്കുന്ന സമയത്ത് മരണഭയം കൂടാതെ നമ്മുടെ വീട്ടിൽ പോവുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും കർത്താവേ ഞാൻ നിനക്ക് തരണം. ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. ആതുരഭയം എന്ന സ്തോത്രയാഗം കൊണ്ട് അവസാന ശ്വാസം വരെ ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കാം. മരണഭയവുമായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ജീവന്റെ ഉടയവനായ യേശു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ മരണഭയത്തെ പരിപൂർണമായി മാറ്റിക്കളയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സൂം മീറ്റിംഗിൽ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ ഇത്രയും സമയം നിങ്ങൾ ഒരുമിച്ച് ദൈവോദരം പങ്കുവയ്ക്കുവാൻ എന്നെ ശക്തീകരിച്ച കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പ്രിയ ഷാജി ഉപാസയും ബദേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിലെയും അതിലെ വിശ്വാസികളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.